അപ്പൊ എന്താ ചെയ്യണെന്ന്? വാവാ, നമ്മൾ എന്തുണ്ടാക്കാൻ പോണേ? എന്താ ചൂല്? അത് ചേട്ടൻ വിറക് തപ്പുന്നു. വെള്ളം കൊണ്ട് കൊടുത്തിട്ട് വിറക് തപ്പുന്നു. അപ്പൊ നമ്മളിന്ന് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ് അല്ലേ? അപ്പോ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് എടുത്തിട്ട് വരാം. ഇവിടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് രണ്ടുപേര്. അപ്പൊ നമുക്ക് റെഡിയാക്കാം. അപ്പൊ നമുക്ക് പോയിട്ട് എടുത്തിട്ട് വരാം. നമ്മുടെ ബക്കറ്റ് ചിക്കന് വേണ്ടുള്ള ചിക്കൻ ഞാൻ കാലത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ഇതിപ്പോ ഇവിടെ തൽക്കാലം ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് അഭിയേട്ടൻ അവിടെ കുറെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിട്ട് വരാം. അതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ആദ്യമായി തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ. ജലദോഷവും കഫക്കെട്ടും പനിയൊക്കെ ആയിട്ടിരിക്കണം. എന്നാലും നമുക്കിത് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ഹാപ്പി ന്യൂസ് ഞാൻ നിങ്ങളോട് പറയണം. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. നമ്മളൊരു 2-3 മന്ത്സിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സായി 1000 സബ്സ്ക്രൈബേഴ്സിന് മേലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആയി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആകും. ഹാപ്പി. അപ്പോൾ എന്തായാലും നിങ്ങളോട് പറയണ്ടേ. അപ്പോൾ ആ ഹാപ്പിയുടെ ഇതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആയതിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും ഞങ്ങളുടെ കുട്ടിപ്പട്ടാളം കൂടി ഒരുമിച്ച് നടത്തണ ഒരു ചെറിയൊരു പരിപാടി കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. നമ്മൾ കഴിഞ്ഞ നമ്മുടെ ചാനൽ തുടങ്ങണേൻ്റെ ഫസ്റ്റ് ടൈമിൽ നമ്മളൊരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കി. ആ ബക്കറ്റും പിടിച്ച് പോണത് ആരാന്ന് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ വിഷയത്തിൽ നിന്നും ഞാൻ അങ്ങോട്ട് വ്യതിചലിക്കുന്നില്ല. അപ്പം നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആയത് അത് നമ്മുടെ ചാനൽ ഓൺലി 6 മന്ത് കൊണ്ടാണ്, 6 മാസം കൊണ്ടാണ് കേട്ടോ നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഹാപ്പിനെസ് ആണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം നമ്മുടെ ബൊമ്മക്കൂട്ടൻ കൂട്ടിലുണ്ട്. നമ്മുടെ ബൊമ്മക്കൂട്ടൻ ഹീറ്റായിട്ട് ആകണ്ട. ബൊമ്മക്കൂട്ടൻ ആഗ്രഹമുണ്ട് മൂപ്പർക്ക് പുറത്തേക്ക് ഇറങ്ങാം. പക്ഷേ ബൊമ്മുനെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? നമ്മുടെ ബക്കറ്റ് ചിക്കനും അതിൻ്റെ അപ്പുറമൊക്കെ ബൊമ്മു തകർക്കും. ഞാനിതിൽ വോയിസ് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കേൾക്കില്ല നിങ്ങൾക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ജോലി അടിച്ച് ഇരിക്കുകയാണ്. പിള്ളേരും കിങ്ങിണി അഭിയേട്ടനും ആകനെ ഒച്ചപ്പാടും ബഹളവും നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഞങ്ങൾ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ 6 മാസം കൊണ്ട് ഹാപ്പി ആയിരിക്കാന്ന് എൻ്റെ മൊത്തം കിളി പാറിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കരുത്. 6 മാസം കൊണ്ട് നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്രെഡിറ്റ് തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൊമ്മക്കൂട്ടനെ കുറച്ച് നേരം സ്നേഹിച്ചു. ഇനി നമുക്ക് നമ്മുടെ അങ്ങോട്ട് പോവാം. നമ്മളെ ബൊമ്മക്കൂട്ടൻ നല്ല സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നക്കി കൊല്ലുന്ന് പറയില്ലേ, അതേ ഒരു ഏർപ്പാടാട്ടോ നമ്മുടെ ബൊമ്മുവിന്. നമ്മുടെ ബൊമ്മു നമ്മളിപ്പോഴൊന്നും ബൊമ്മുനെ ഹീറ്റ് ചെയ്താലും ഇപ്പൊ തന്നെ ബ്രീഡ് ചെയ്യിക്കണമെന്നില്ല കേട്ടാ. ബൊമ്മു ചെറുതല്ലേ, അതിന് പക്വതയില്ലാത്ത കുട്ടിയാണ്. അവൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ ഞാൻ ഏറ്റെടുത്ത് വളർത്തേണ്ടി വരും. അപ്പൊ നമുക്ക് ബാക്ക് ടു നമ്മുടെ പോയിന്റ്. നമ്മുടെ ഇന്ന് സെലിബ്രേഷൻ പൊളിക്കലല്ലേ. അപ്പോൾ കാലത്ത് തന്നെ അഭിയേട്ടൻ കംപ്ലീറ്റ് അവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാനും ഉണ്ടായിരുന്നു കേട്ടാ. പക്ഷേ മടിയായിരുന്നു. അഭിയേട്ടൻ ചെയ്യുമല്ലോ. വോയിസ് കൊടുക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമായിട്ട് ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മുടെ ചാനലിൽ നമ്മൾ മോണിറ്റൈസേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ 1.5 ഇടവിട്ടിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, എന്താ ഇപ്പോൾ ചേച്ചി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്, ഇൻട്രസ്റ്റ് പോയോന്ന്? ഇൻട്രസ്റ്റ് പോയോണ്ടെന്നല്ല കേട്ടോ. നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. ആദ്യം ഇതൊരു ടൈം പാസ് ആയിട്ടാണ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ചുമ്മാ ഒരു ടൈം പാസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികളും അഭിയേട്ടനൊക്കെ ജോലിക്കും പഠിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ആക്രാന്തത്തിൽ എടുത്ത തീരുമാനമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. പക്ഷെ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും വേഗത്തിൽ വളർന്നങ്ങോട്ട് പന്തലിച്ചപ്പോൾ അതപ്പോൾ ഒത്തിരി സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറ്റാത്തതൊന്നുമില്ലല്ലോ. നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. പക്ഷെ ചിലതൊന്നും നമുക്ക് കിട്ടാത്തതുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മൾ വാഴയിലയുടെ ഇതും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് നമ്മൾ ഒരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിനും കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നേത്രക്കുട്ടിയും കണ്ണൻ ചേട്ടനും അപ്പും ഭാവിയും കണ്ട തല്ലൂടുന്നത് അവിടെ ഇടി നടന്നിട്ടുണ്ട്.
അത് തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് പിള്ളേരൊക്കെ അങ്ങനെ തന്നെയല്ലേ. ഞാൻ കുറേയൊക്കെ ഇടപെട്ട് എനിക്ക് നാണക്കേടാവുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരും. അവരായി അവർ പാടായി അത്രയും വലിയ ഇടി നടക്കുമ്പോൾ നമുക്ക് പോയ പോലെ എന്ന് വിചാരിക്കും. അങ്ങനെ നമുക്കിനി റാപ്പ് ചെയ്യണം. ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ റാപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ, നമ്മളത് മേടിച്ചിട്ടുണ്ടായില്ല. സത്യം പറയാലോ ഈ റാപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. റാപ്പ് ചെയ്യാണ്ട് വെക്കാച്ചാൽ നമ്മുടെ ചിക്കൻ കറക്റ്റ് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടിയാൽ ലാസ്റ്റിൽ ഒരു വിറ്റുണ്ട് കേട്ടോ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം റാപ്പ് ചെയ്തിട്ട് ചിക്കൻ റാപ്പ് ചെയ്തിട്ടല്ലേ വെച്ചേ. ചിക്കൻ സംഭവം ഓൾറെഡി വേവ് കുക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാപ്പ് ചെയ്തപ്പോൾ നമ്മുടെ ചിക്കൻ മുരിഞ്ഞ് കിട്ടിയില്ല. എന്നിട്ട് അവസാനം ഞാൻ ഓവനിൽ വെച്ചിട്ടാട്ടാ വീണ്ടും ഒന്നും കൂടി സെറ്റ് ചെയ്തത്. അപ്പോൾ കിങ്ങിണി ബൊമ്മൂനെ കാണാൻ പോണ്. ബൊമ്മൂൻ്റെ അവിടെ കുഴപ്പമില്ല, ബൊമ്മൂൻ്റെ കൂടൊക്കെ നമുക്ക് ഇനി ഒന്നുകൂടി റെഡിയാക്കണം. നമ്മുടെ അതേ അതേ ചിക്കൻ കൊണ്ടുവന്ന് ഇട്ട് ചിക്കൻ കൊണ്ടുവന്ന് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മണ്ണ് കടിച്ച് തിന്നണ്ട വരുന്നത്, അതുപോലെ ഇട്ടിട്ടാണ് കൊണ്ടിട്ടത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അഭിയേട്ടം കഴിഞ്ഞു. ഇനിയിപ്പോൾ ചുറ്റലും കെട്ടലും പുഴുങ്ങലൊക്കെ ഇനി ഞാനാണ്. അതല്ലല്ലോ അങ്ങനെ തന്നെയല്ലേ അല്ലേ, എഫേർട്ട് എടുക്കാൻ വീട്ടിലെ ആളും ബാക്കിയുള്ള എളുപ്പപ്പണി ചെയ്യാൻ നമ്മളും, അങ്ങനെയല്ലേ നമ്മൾ പെണ്ണുങ്ങൾ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെയാണ് പൊതുവേ. എനിക്ക് ഒരാൾ താങ്ങാനുണ്ടെങ്കിൽ ഞാൻ ആ ചാരി നിൽക്കും. ആ ഒരു അവസ്ഥയാണ് എൻ്റെത്. അപ്പോൾ നമ്മുടെ ചിക്കൻ വെച്ചപ്പോൾ നമ്മുടെ കോലിത്തിരി കൂടുതലായി പോയി. അപ്പം ഞാൻ ആദ്യത്തെ കബിയാട്ടം തന്നെയാണ് ചെയ്തത്. അപ്പോൾ രണ്ടാമത്തത് ഞാൻ ചെയ്തു. ഇനിയിപ്പോൾ കൈ കഴുകണ്ടേ, ചുറ്റിക്കൊക്കെ പിടിച്ചതല്ലേ. നിങ്ങൾക്ക് കാണിച്ചാൽ കാണണേ, അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഹൈജീനൊക്കെ തന്നെ, പക്ഷേ മെനക്കെട് പരിപാടിയല്ലേ അല്ലേ. അപ്പോൾ അതൊക്കെ പോട്ടെ. അയ്യോ വൃത്തിയില്ലാന്ന് വിചാരിക്കരുതിട്ടാ, വൃത്തിയൊക്കെ ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനൊക്കെ വൃത്തിയുണ്ട്. അങ്ങനെ നമുക്കിനി നൂല് കെട്ടാം. അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ നമ്മൾ വെന്ത് പോകുമ്പോഴേ ചിക്കൻ്റെ കാല് രണ്ടും എയ്റോപ്ലെയിൻ്റെ പലക പോലെ ഇരിക്കും, മീൻസ് അതിൻ്റെ ചിറക് പോലെ ഇരിക്കും. അപ്പോൾ നമ്മളതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നൂല് വെച്ചിട്ട് കെട്ടുണ്ട്. എൻ്റെ മിഷ്യൻ നൂലാണ്, തൊരപ്പന്മാരെടുത്ത് കൊണ്ട് വന്നുള്ളതാണ്. എന്തായാലും കുഴപ്പമില്ല, തീച്ചൊക്കെ വരുന്നുണ്ട്. വേഗം നമുക്ക് റാപ്പ് ചെയ്ത് കെട്ടി പൂട്ടി വേഗം അതിനെ ചുടാൻ പോകാം. അപ്പോൾ ഈയാമ്പാറ്റൊക്കെ കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. നേത്രക്കുട്ടിയൊക്കെ ഉള്ളതല്ലേ, നോക്കാൻ നമുക്ക് പോണ വഴിയിൽ പകുതി വോയിസൊക്കെ ഞാൻ ആ സമയത്ത് നിങ്ങളൊക്കെ ഏൽപ്പിച്ച് തരാട്ടാ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒച്ചപ്പാടും പാടായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ഫുള്ള് നല്ല ഹാപ്പി വൈബാണ്. എല്ലാവരും കൂടുമ്പോഴല്ലേ നമുക്കൊരു ഹാപ്പി വൈബ് ഉണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒച്ചപ്പാടും പാടും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ, അത് കാരണമായിട്ടാണ് ഞാനിപ്പോൾ നോൺ വോയിസ് കൊടുക്കണം. പിന്നെ കുറേ നാളായില്ലേ ഞാൻ നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു നിങ്ങളോട് കേട്ടാ. എന്തായാലും ഇതാരെടുക്കണമെന്നറിയോ, നേത്രക്കുട്ടിയാന്ന് തോന്നുന്നുണ്ട്. നേത്രക്കുട്ടിയല്ല, നമ്മുടെ അപ്പുകൂട്ടനാന്ന് തോന്നുന്നുണ്ട് വീഡിയോ എടുക്കുന്നത്. അതിന് ഈ ആകാശത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി മറിഞ്ഞൊക്കെ പോണത്. അപ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിക്കുക, ഞാനിതൊന്നും കട്ട് ചെയ്യാൻ നിൽക്കണില്ല കേട്ടാ. കണ്ട വീഡിയോ പോണ പോക്ക് നോക്കിയേ, അതന്നെ സിസ്റ്റം. അപ്പുകൂട്ടൻ്റെ കയ്യിലാണ്, അപ്പുകൂട്ടൻ്റെ കയ്യിലല്ല ഫോണ്, അപ്പോൾ അബിയേട്ടൻ്റെ കയ്യിലാണ് ഫോണ്. അബിയേട്ടൻ എന്ത് നോക്കിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കണ്ണൻ ചേട്ടനൊക്കെ ഇരിക്കണൊക്കെ നമ്മൾ പൊളി വൈബാണ് കേട്ടോ. എല്ലാവരും കൂടി വരുമ്പോൾ നല്ല രസമാണ്, സംഭവം നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ സ്ഥലമൊക്കെ നോക്കിയേ, നമ്മളെവിടെ ക്ലീൻ തന്നെയാട്ടാ, ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്യും. എന്നാലും ഈ പെട്ടെന്ന് ഇങ്ങനെ പുല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ മാവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ മാവൊക്കെ ഉള്ള കാരണം ഈ പറഞ്ഞ പോലെയാണ്, കരടും കാര്യങ്ങളൊക്കെ വീഴും. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളുടെ ചിക്കനെ ഇതേ ബക്കറ്റ് മൂന്നാമത്തെ വട്ടമാണ് ഞാൻ ഈ ബക്കറ്റ് കൊണ്ട് മൂടണം. ഈ അബിയേട്ടനോട് പറഞ്ഞു കിട്ടിയിട്ടില്ലേ വേഗാക്ക്. എന്തായാലും ഞാനൊന്നും വെട്ടാൻ നിൽക്കണില്ല കേട്ടാ. വീഡിയോയിൽ കുറേയൊക്കെ ഞാൻ വെട്ടുന്നുണ്ട്, കുറേയൊക്കെ അക്രമങ്ങളൊക്കെ നിങ്ങളിവിടെ കാണും. അതിൻ്റെ ഇടയിൽ പിള്ളേർ തല്ലുവിടുന്നത്, അതൊക്കെ ആ സംഭവങ്ങളൊക്കെ ഞാൻ വെട്ടിക്കളയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരുമല്ലോ, അത് കാരണം കേട്ടാ. അപ്പോൾ നമുക്ക് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. ഇപ്പോൾ നമ്മൾ ടി വിയിലായാലും കമ്പ്യൂട്ടറിലായാലും ഈവൻ പെൻ ഡ്രൈവിലായാലും നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നത് എപ്പോഴേലും ഒക്കെ നമുക്കത് കറപ്റ്റഡായിട്ട് പോവും. മീൻസ് എന്തെങ്കിലുമൊക്കെ ഇനി പെൻ ഡ്രൈവ് കാണാണ്ടായിട്ടായാലും പോവും. പക്ഷേ യൂട്യൂബിലിടുന്ന വീഡിയോസൊക്കെ നമുക്ക് അത് ഞാൻ പണ്ട് പറയുന്ന പോലെ തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളുടെ തലമുറകൾക്ക് കാണാൻ ഫാമിലി മിനിറ്റ്സ് അടിച്ച് നോക്ക്. ഈ മുത്തശ്ശിന് നമ്മളുടെ പണ്ടത്തെ മുത്തശ്ശി യൂട്യൂബ് ചാനൽ എന്താണെന്ന് നോക്ക്. അതൊരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയല്ലേ അല്ലേ. അതും അവർ പറയുന്നു, അവരുടെ കാലത്തൊക്കെ അവർ വേഗം യൂട്യൂബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. പക്ഷെ എന്നാലും ഇതൊക്കെ നമുക്ക് അത്ര എഫോർട്ട് എടുത്ത് ചെയ്യുന്ന കാരണം നമുക്ക് അത്രയും ലക്കിൽ കിട്ടണതല്ലേ. അത് കാരണമായിട്ടാണ് ഞാൻ കുറേ ഒന്നും ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാത്തത്. പണ്ടെന്നല്ലല്ലോ, ഇനി നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കതൊരു നൊസ്റ്റാൾജി അല്ലേ ശരിക്കും പറഞ്ഞിട്ട്. നമ്മളിങ്ങനെയൊക്കെ ചെയ്തില്ലേ, എന്ത് രസമായിരുന്നു അങ്ങനെ ഇങ്ങനെയും കാര്യങ്ങളെന്നൊക്കെ. അതൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരിക്കും. അപ്പോൾ അത് കാരണമായിട്ടാ, അല്ലാണ്ട് എനിക്ക് ഈ വീഡിയോസ് വെട്ടി കുറയ്ക്കാനുള്ള മടി കാരണമൊന്നുമല്ല കേട്ടോ. മടിയുണ്ട്, പക്ഷേ ഇതൊന്നും അങ്ങനെ നമുക്ക് കളയാൻ തോന്നണില്ല. ഇപ്പോൾ വല്ല സ്റ്റിച്ചിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ പോയിന്റും കാര്യങ്ങളൊക്കെ കാണിച്ച് ബാക്കിയുള്ളതൊക്കെ വെട്ടിക്കളയാം, അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് ആ ഒരു അപൂർവ നിമിഷങ്ങളല്ലേ നമ്മളിങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതൊന്നും വെട്ടിക്കളയാൻ തോന്നുന്നില്ല. ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ എന്താ പറയുക, വാക്ക് മൊത്തം കിളി പോയില്ലോ, മുഷിപ്പിക്കുന്നില്ല. ഓക്കെ,
അങ്ങനെ കംപ്ലീറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് വിറക് ഉണ്ട് കേട്ടോ, അച്ഛൻ്റെ വാഴയിൽ നിന്ന് നമുക്ക് വിറക് കൊണ്ടുവരും. പിന്നെ നമ്മളുടെ അപ്പുറത്ത് ഒരു മഹാഗണി നിന്നോർന്നു, നമ്മുടെ വീടിൻ്റെ മേലേക്ക് ചാരിട്ട് നിന്നോർന്നത്. അത് മുന്നേ നമ്മൾ അത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടുമേക്ക് തടസ്സമല്ലേ, ഫുള്ളായിട്ട് വെട്ടിക്കളഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ ദൈവം ഒരു ഓലക്കൂടി എടുത്തിട്ട് നമ്മുടെ നേത്ര ചേച്ചിയുടെ തലമണ്ടയ്ക്ക് ഒരു അടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ചകിരിയും ചിരട്ടയൊക്കെ വെക്കാം. ചിരട്ടയൊന്നും ഇല്ല കേട്ടോ, ചകിരി വെക്കാം. അപ്പോൾ വേഗം കത്ത് പിടിക്കുമല്ലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവൻ്റെ ആവശ്യമൊന്നും ഇല്ല. നമ്മൾ ആ റാപ്പ് ചെയ്ത കാരണമാണ്, ആ മറ്റേ സിൽവർ റാപ്പില്ലേ, അതിനെന്തോ പേര് പറയില്ല, ഫോയിൽ പേപ്പർ, അതന്നെ. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ മറവി സംഭവിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല കേട്ടോ. അത് വെറും കുട്ടിക്കളി, വേറെ ഒന്നല്ല. അപ്പോൾ ആ ഫോയിൽ പേപ്പർ ചുറ്റിയ കാരണമാണ് നമ്മുടെ ചിക്കൻ ഒന്ന് ഡ്രൈ ആവാതിരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ഓവൻ്റെ ആവശ്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. കുറച്ച് വിറകും ബക്കറ്റും ഉണ്ടായാൽ നമുക്ക് നല്ലൊരു മുരിഞ്ഞ ബക്കറ്റ് ചിക്കൻ, അല്ലെങ്കിൽ ഗ്രിൽഡ് ചിക്കൻ എന്നൊക്കെ പറയാം. ഗ്രിൽഡ് പോലെ വരും, ഒന്ന് വരഞ്ഞു കൊടുത്താൽ എന്തായാലും നമ്മൾ വരഞ്ഞു കൊടുക്കണ്ടല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കതിൽ ഫുള്ളായിട്ട് നമുക്ക് മറ്റേ ചെറിയ കമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ വെച്ചിട്ടായാലും ചെയ്യാം. ഇപ്പം നമുക്ക് വിറകുള്ള കാരണം അതൊക്കെ ചെയ്ത്, പിന്നെ അബിയായിട്ട് അച്ഛൻ്റെ വാഴയിൽ പോയിട്ട് കുറച്ച് ഓലക്കുടിയും കാര്യങ്ങളൊക്കെ എടുത്തോടും. നമുക്ക് ഓലക്കുടി കുറവാണ്. ഞാനിവിടെ പേപ്പറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് തീ കത്തിക്കാറ്. പിന്നെ തീ കത്തിക്കൽ നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം അറിയാലോ. നമ്മളിപ്പോൾ റൈസ് കുക്കറുമ്പോൾ തന്നെയാണ് എനിക്ക് അത്രയും എന്തെങ്കിലും വല്ല നൊസ്റ്റാൾജി അടപ്പിനോട് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അന്നത്തെ ദിവസം അടപ്പ് കത്തിക്കലുട്ടോ. അപ്പോൾ ഞാൻ അയ വിറക്കും, പണ്ട് ഇങ്ങനെയൊക്കെ അല്ലേ ഇരുന്നത്. അയ്യോ, ഇത് നല്ല കോമഡി അല്ലേ. അങ്ങനെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ തീ കത്തണില്ല. അപ്പോൾ അബിയേട്ടൻ പറഞ്ഞു അങ്ങനെ ഒന്നല്ലടി കത്തിക്ക് ഇങ്ങോട്ട് തായോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്നല്ല കത്തിക്ക് ഇങ്ങോട്ട് തായോ. അവിടെ നിന്ന് അടിപിടി ആയിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് അബിയേട്ടൻ ഗ്യാസ് മേൽക്കാൻ തോന്നുന്നു പോയത്. അപ്പോഴേക്കും ഞാനിവിടെ തീ കത്തിച്ചു. ഞാൻ ആരാ മോള്, അങ്ങനെ തന്നെ, എന്നെ പൊക്കാൻ ആരും വേണ്ടാന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ. എന്നെ പൊക്കാൻ ഞാൻ മാത്രം മതി, വേറൊരാളും വേണ്ട, ഓക്കെ. അങ്ങനെ നോക്കിയാൽ വാവ ഓടിക്കൊണ്ടടക്കണം. നോക്കിയാൽ വാവോട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീരെടുത്ത് പിള്ളേരൊന്നും കൊണ്ടുവരാൻ പാടില്ല. പിള്ളേർ തീയിലൊന്നും കളിക്കാൻ പാടില്ല. നമുക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളും വരും. കോപ്പിറൈറ്റ് വരുന്നോണ്ടല്ല കേട്ടോ പിള്ളേരെ കൊണ്ട് നമ്മളങ്ങനെ ചെയ്യിക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പിള്ളേർ റബ്ബർ പാല് കുടിച്ച പിള്ളേരിന്, മുലപ്പാൽ കുടിച്ച പിള്ളേരല്ല, റബ്ബർ പാൽ കുടിച്ച പിള്ളേരെന്ന് പറയും ഞാൻ ഇടയ്ക്ക്. അതേപോലെയാണ്, സ്പ്രിങ് ആക്ഷനുള്ള പിള്ളേരുകളാണ്. അപ്പോൾ നിങ്ങളതൊന്നൊക്കെ ക്ഷമിക്കുക. പിന്നെ നിങ്ങൾ ആരും എന്നെ പൊങ്കാലിടാൻ വരരുത്. മക്കളെ നോക്കാണ്ട് നിങ്ങൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കി, ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കി, കുട്ടികളെ കയ്യും കാലും പൊള്ളൂലേ എന്നൊന്നും പറഞ്ഞിട്ട് വരരുത്. ഇവിടുത്തെ പിള്ളേർ ഇങ്ങനെയാണ്. അപ്പുകൂട്ടൻ ഇത്രയെങ്കിലും ഒരു ഒതുക്കുണ്ട്. പക്ഷെ നമ്മുടെ വാവയ്ക്ക് എത്ര പറഞ്ഞാലും ഒരു കാര്യമില്ല. എത്രയെന്ന് വെച്ചിട്ടാണ് ചീത്ത പറയുക, അടിക്കുക. അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് നാണക്കേടാവുന്നുള്ളൂ. ഇവറ്റങ്ങൾക്ക് അടിച്ചാലും പിടിച്ചാലും ചീത്ത പറഞ്ഞാലും അവറ്റങ്ങൾക്ക് അതിനുള്ള അറിവായിട്ടില്ലല്ലോ. എത്രയെന്ന് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ കയ്യോ കാലോ പൊള്ളുമ്പോൾ നീങ്ങി നിന്നോളൂ എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യിക്കില്ലല്ലോ. എത്രയായാലും നമ്മളൊരു അമ്മയും അച്ഛനല്ലേ. അപ്പോൾ അതങ്ങനെ പോട്ടെട്ടാ. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാം, പോണ വഴി കാണാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തീ പിടിഞ്ഞു വന്നപ്പോഴേക്കും നബിയേട്ട അവിടെ തീ കത്തിച്ച് വരുന്നുണ്ടായിരുന്നു. അയ്യോ, ഞാനിവിടെ അപ്പോഴേക്കും തീ പിടിപ്പിച്ചല്ലോ, എങ്ങനെയുണ്ട്. അപ്പോൾ അബിയേട്ടൻ പറഞ്ഞു കൊച്ചു കള്ളി, ഞാൻ വരുമ്പോഴേക്കും നീ റെഡിയാക്കില്ലേ, ഞാൻ അതിൻ്റെ ക്രെഡിറ്റ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാ. സാരമില്ല, നീ ചെയ്താലും ഞാൻ ചെയ്താലും ഒരുപോലെ അല്ലേ. ആണോ, ഒരുപോലെയാണോ, ഒരുപോലെ ആയിരിക്കില്ലേ. അങ്ങനെ തീ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കൊച്ചു മുതലാളിയുടെ കുറച്ച് പരിപാടികൾ അതിൽ കാണാം കേട്ടോ. നമ്മുടെ വാവയുടെ ഈ കാണുന്നത് അത് പിള്ളേർക്ക് ഒരു കൗതുകമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ്. കൗതുകത്തിൻ്റെ പേരിൽ തീയിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു കൗതുകമാകും. അധികം പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിലും നല്ല കൗതുകമായിരിക്കും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വല്ല വിവരം ഉണ്ടോ? വിവരമില്ല എന്നല്ല, അവർക്ക് അത്ര അറിയാനുള്ള പ്രായമായിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ അതിവിദഗ്ധമായി ഞാനിവിടെ തീ കത്തിച്ചിട്ടുണ്ട്. പിന്നെ ദേ വന്നു ഈയാമ്പാറ്റ പറയാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. കണ്ണൻ ചേട്ടന് വലിയ ഇതില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീയും പുകയൊക്കെ അങ്ങേർക്ക് പേടിന്, അങ്ങനെ കൈയൊക്കെ പൊള്ളിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പണ്ട്. അങ്ങനെ അങ്ങേർക്ക് പേടിന്. പക്ഷെ നേത്ര ചേച്ചി ഉണ്ണിക്കുട്ടനൊക്കെ ഉണ്ടല്ലോ പറയുന്നത്. നമ്മുടെ ഭാവിയും അപ്പുമൊക്കെ, അപ്പൂനും പേടിന്, അപ്പും കണ്ണൻ ചേട്ടൻ്റെ കൂട്ടനീന്. പക്ഷേ നമ്മുടെ നേത്ര ചേച്ചിയുടെ കൂട്ടിന് നമ്മുടെ ഭാവി നേത്ര ചേച്ചിയും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ നല്ല പൊളി വൈബായിരിക്കും കേട്ടോ. അപ്പോൾ ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രണ്ടുപേർക്കും. അപ്പൂന് കണ്ണൻ ചേട്ടനെയും നേത്രയ്ക്ക് വാവനെയും അങ്ങനെയാണ് പറയുക. പക്ഷെ രണ്ടുപേരും ഈക്വൽ തന്നെയാണ് കേട്ടോ രണ്ടുപേർക്കും. അങ്ങനെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇരിക്കാം. കസാരയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. എന്ത് കാര്യം, ഇവന്മാരാണോ ഇരിക്കുന്നത്? ഗാലറിയിലിരുന്ന് സിനിമ പിടിക്കുന്നത് അല്ലല്ലോ. നമ്മളിവിടെ നല്ലൊരു എക്സ്പെരിമെൻ്റ് അല്ലേ നടത്തുന്നത്. അപ്പോൾ പിള്ളേരും കൂടിയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇടി പൊട്ടുന്നുണ്ട് കേട്ടോ. ഞാനിടും അത് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവയ്ക്ക് എൻ്റെ നടി കിട്ടി തോന്നുന്നുണ്ട്. അതിന് പെങ്ങൾ വന്നിട്ട് എടുത്തുകൊണ്ട് പോയിട്ടാ. അപ്പോൾ അവളവിടെ നിന്ന് ഇരിക്കുന്നത്. നമ്മൾ എന്തായാലും ഇത് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ നല്ല രസമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല തണവ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ
തീ കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ ചൂട്ട തീ കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്കിന്നൊക്കെ ഇങ്ങനെ വെന്ത് പോണൊരു ഫീലായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചിക്കൻ്റെ അവസ്ഥ എന്താണ് നീ ആലോചിക്കാത്തത് അനഘ? ചോദിക്കുന്നില്ലേ നിങ്ങൾ? ചിക്കൻ ചത്തുപോയില്ലേ നമ്മൾ ജീവനുള്ളതല്ലേ? അയ്യോ എനിക്ക് പേടിയാവണു. അങ്ങനെയൊന്നും ചിന്തിക്കാനും കൂടി പാടില്ല. അയ്യോ നമ്മൾ തിന്നണതല്ലേ എത്രയ്ക്കായാലും അല്ലേ? ഞാനിത് എന്ത് വിവരക്കേടാണ് നിങ്ങളോട് ഈ പറയുന്നത് അല്ലേ? അയ്യോ ജലദോഷം ഉണ്ട് അതിൻ്റെ ഇടയിൽ. അത് ഞാൻ നിങ്ങളോട് മുന്നേ കൂട്ടി പറഞ്ഞിട്ടില്ലേ? എൻ്റെ ഇടയ്ക്കിനെ മൂക്കുവലി കേൾക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ജലദോഷം ഉണ്ട്. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. എന്നോട് ക്ഷമിക്കണം. അയ്യോ എന്തുട്ടൊക്കെ കിളി പാറി പറയുന്നത് അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? മൊത്തത്തിൽ കിളി പാറിയിരിക്കാം, എന്താ ചെയ്യുക. അതൊക്കെ പോട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ബക്കറ്റ് ഫുള്ളായിട്ട് നമുക്ക് കത്തിച്ച് അങ്ങനെ കത്തിക്കട്ടെ. ഇനി ഞാൻ അധികമായിട്ട് അലക്കണില്ല. നിങ്ങൾക്ക് ഞാൻ കുറച്ച് മ്യൂസിക് ഇട്ട് തരാം. ഞാൻ മുകളിലിട്ട് കത്തിക്ക്. വേണ്ട ഞങ്ങള് കഴിച്ചോളാം. നമ്മുടെ എത്ര കുട്ടി കഷ്ടപ്പെട്ട പണി ചെയ്യുന്നു. ഇത് വീഡിയോയിൽ നമ്മളങ്ങനെ പറഞ്ഞു. നീ കുത്തിക്ക് ഇതൊന്നിട്ടാണ് നമ്മള് മരക്കിട്ട് പെണ്ണേ. സമയം 5 മിനിറ്റ്. ബക്കറ്റ് ചിക്കൻ അപ്പൂസേ പോ. ആയിക്കോട്ടെ. നേത്ര എങ്ങനെയുണ്ട് ബക്കറ്റ് ചിക്കൻ? അപ്പൊ എങ്ങനെയുണ്ട്? ആദ്യത്തെ എക്സ്പീരിയൻസ് ആണോ? അടി ഇതുണ്ടോ? രാത്രി വാഴച്ചാമ്പര
പ്ലാവിന്റെ ഇടക്കില്ലേ പ്ലാവിന്റെ ഇടക്കില്ലേ പ്ലാവിന്റെ ഇടക്ക് ഇത് മതിയെന്ന് തോന്നുന്നുണ്ട്. അതന്നെ 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 അന്ന് നമ്മൾ ആലക്കുടിയല്ലേ കൂട്ടിട്ട് കത്തിച്ചേന്ന് ചേട്ടാ. ഇതിപ്പോ പാഴച്ചാമ്പരാടിയില് ഉണങ്ങിയത് ചാമ്പര ഉണങ്ങിയത്. അപ്പൊ നീ ആ ഇത് ഇങ്ങട് വലിച്ചോ. ഉണങ്ങിയല്ല കണ്ട ആ ഇതും ഇതോ. ഓല മടല് അങ്ങനെയല്ല ഓല മടല് ഓല മടല് അങ്ങോട്ട് പോണ്ടാ അങ്ങോട്ട് പോണ്ടാ പറ്റ പട്ടികൾ ഓളിടുന്നാണ് കഷ്ണാക്ക കടകടത്ത് തീയ ആ മതിയാവട്ടോ എങ്ങനെ ബക്കറ്റ് ചിക്കൻ അടിപൊളി തിന്നോക്കിയാലല്ലേ മനുഷ്യ അറിയാ അടിപൊളിയാണോന്ന് മേക്കിംഗ് സൂപ്പർ നേത്രൂട്ടി നിന്റെ ആയത്താണോ ബക്കറ്റ് ചിക്കൻ ആ നമുക്ക് അടുത്തത് മറ്റേ ഗ്രില്ല് നമ്മൾ ഓവനിൽ ചെയ്തു അത് ചെയ്തത് ആദിത്യ ചതയത്തിന്റെ പരിപാടി മതിയില്ലേ തീപ്പെട്ടി ആരാണ് കത്തിക്കുന്നേ മതി 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 ഞാൻ കേട്ടോ ഇതിന്റെ തുമ്പന്നെ വലിക്കും കത്തണേന്റെ തുമ്പ് വെള്ളം എന്താ ഇതിലടാ കലത്തില് അയ്യോ ചേട്ടാ ചോറ് ഒന്ന് ഇറക്കി വെച്ചില്ലേ അല്ലേ അതിന്റെ ശേഷം മൂക്കറിക്ക് ഇറക്കിക്കുന്നു നേത്രൂട്ടി നീ എന്റെ ഇത് നമ്മുടെ ബക്കറ്റ് ചിക്കൻ തുറക്കാൻ പോവുകയാണ്. എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ബക്കറ്റ് ചിക്കനിലൂടെ എന്റെയും എന്റെ ചേട്ടന്റെയും. അപ്പോ കാണിക്കണേ കാലുമുറിയോ കാലുമുറിയില്ലേ നോക്ക്. ഇപ്പൊ ഇവിടെ അപ്പുണ്ട്. അപ്പൊ നമ്മുടെ ബക്കറ്റ് ചിക്കനിൽ തിന്ന് നല്ല പകുതി കണ്ണൊക്കെ ഇരിക്കാം. ആ സൈഡിലേക്ക് മൈസൂർ പാക്ക് മൈസൂർ പാക്ക് കഴിക്കുന്ന വീഡിയോ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ മൈസൂറൊക്കെ. ആന്റി ഷോർട്ട് സൈഡ് ഇട്ട് മതി അല്ലെങ്കിൽ അതിന്റെ ഒപ്പം ഇട്ടോട്ടാ. നീ ഒറ്റ പിടിച്ചാ കിട്ടോ. ബക്കറ്റ് ചിക്കൻ ഇവിടെ unboxing ചെയ്യുകയാണ്. മണ്ണാവും ഓടി മണം കഴിച്ച് കാക്കി കിളിയൊക്കെ പിടിക്കും. എടുക്കല്ലേ ഇത് പൊളിക്കിനാ വേണ്ട മൊത്തം ചൂടുണ്ടേ മാമാ? നല്ല തണവ. ജ്യൂസ് വീണ അതിന്റെ ഉള്ളിൽ.
അതിന്റെ കുടലൊക്കെ എടുത്തളഞ്ഞ ഏയ് ഇനി പൊളിക്ക്. അതാ ഉടച്ചു വിളിക്കാം. എല്ലാരും വാ, എല്ലാരും വാ. ഇത്ര ഷുഗർ പ്രഷറൊക്കെ ഒന്നും അപ്പുറത്ത് നിന്ന് നമ്മുടെ സവിത ടീച്ചർ കൊണ്ടുവന്നതാട്ടാ മൈസൂർ പാക്ക്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബക്കറ്റ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബക്കറ്റ് ചിക്കൻ ഈ റാപ്പ് ചെയ്ത കാരണം നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് വിചാരിച്ചാൽ മൊരിച്ചിൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇവിടെ ഓവൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഓവനിലിട്ടിട്ട് ഒന്നും കൂടി ഇതിനൊന്ന് കരിയിച്ചെടുക്കാം. അപ്പോൾ ഓവനിൽ കംപ്ലീറ്റ് എൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളായിരുന്നു. കറണ്ട് ബില്ല് കൂടിയ കാരണം അബിയേട്ടൻ എന്നോട് ഓവൻ തൊടണ്ടാന്ന് പറഞ്ഞു. പിടിച്ചതിനും തൊട്ടനൊക്കെ ഞാൻ ഓവൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇനി നമുക്ക് നമ്മുടെ ഓവനിൽ നമ്മുടെ ചിക്കനൊന്നും കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ അല്ല, ജസ്റ്റ് നമുക്ക് അതിനൊന്ന് മൊരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കിയാലോ. അങ്ങനെ ഇതേ നമ്മൾ ഓവനിലിട്ട് ചുട്ട് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓവനിലിട്ടപ്പോൾ നോക്കിയേ കംപ്ലീറ്റ് ഒന്നും കൂടി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. സംഭവം നമ്മുടെ ബക്കറ്റ് ചിക്കൻ നന്നായി വെന്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു മൊരിച്ചൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓവനിലിട്ട് നമ്മൾ ഒരു 30 മിനിറ്റ്സ് നമ്മളൊന്ന് മൊരിച്ചെടുത്തപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ദേ നല്ല രസമല്ലേ, എല്ലാവരും കൂടി ആയിരിക്കുമ്പോൾ പൊളി വൈബാണ്. നോക്കിയാൽ ഞാനൊരു ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി കഴിച്ച് തുടങ്ങാം. ഇപ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നു. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി പിള്ളേർ എല്ലാവരും കൂടി കഴിക്കട്ടെ. അപ്പോൾ അവരുടെ എക്സ്പ്രഷനൊക്കെ കണ്ണൻ ചേട്ടൻ ചിക്കനും ബീഫൊന്നും കഴിക്കില്ല. പക്ഷേ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് ആയ കാരണം കണ്ണൻ ചേട്ടന് ഇഷ്ടമായി, കിങ്ങിണിക്ക് ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നേത്ര ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ചൂടും കാര്യങ്ങളാണ്. എന്നാലും ഇതൊരു രസമാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ ചൂടുണ് തടവണ് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ ഫുള്ള് എന്താ പറയുക, ഞാനടക്കം നേത്രയുടെ ആ ഒരു ഏജിലേക്ക് ഇറങ്ങിപ്പോയൊരു ഫീലായിരുന്നു കേട്ടോ. അപ്പൂൻ്റെയും മാവേടിയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. അതേപോലെയാണ് കേട്ടോ. അങ്ങനെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, നമ്മളെ 4000 മണിക്കൂറായി, നമ്മുടെ ഫുൾ മോണിറ്റൈസേഷനായി, നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഓൺ വോയിസ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.